ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജേണൽ കിറ്റ്. നമ്മളൊരു പുതിയ ജേണൽ കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവർ ആയിട്ടാണ് ഗായ്സ് നമ്മുടെ ജേണൽ കിറ്റ്. അപ്പോൾ അതിൻ്റെ അച്ഛൻ ഓർഡർ ചെയ്ത് തന്നതാണ്. ഇതാണ് നമ്മുടെ ജേണൽ ചെയ്യാനുള്ള സാധനം. നല്ല അടിപൊളിയായിട്ടുള്ളത് ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാവേ. ഗായ്സ്, നമ്മുടെ സാധനം നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം. നമുക്ക് എന്നിട്ട് അതിൻ്റെ ഒരു ബുക്കുണ്ട്. നമ്മുടെ ബുക്ക് ഇതോടെ നമുക്ക് ജേണൽ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജേണൽ കിറ്റ്. നമുക്കിവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഇതാട്ടോ കിട്ടുന്നത് വെച്ച് ഞാൻ മിക്കവാറും ജേണൽ ചെയ്യും. ആദ്യം തന്നെ ഒരു ബുക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഭംഗിയുള്ളൊരു ബുക്കാണ്. പിന്നെ ഇതുണ്ട്, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പോലെ പേപ്പർ പോലെ അത് നമുക്ക് നോക്കാം. ഇതുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴും നമുക്കിത് നമ്മൾ ആദ്യം വാങ്ങിച്ച ഇതുണ്ടോ ഈ ഒരു അടിപൊളി ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു നൂറുകണക്കിന് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒതൊന്നും ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതുണ്ടോ ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബുക്ക് അപ്പോൾ നമ്മുടെ ഈ ബുക്കിലേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ ബുക്ക് ആയിട്ടുണ്ട്. അതാണ് എൻ്റെ വിചാരത്തിൽ. ഇതുണ്ട് നല്ല അടിപൊളി കുഞ്ഞു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്താണെന്ന് വെച്ചാൽ മറ്റേ സ്റ്റിക്ക് ചെയ്യുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ ഓരോരോ സംഭവങ്ങൾ ഇതുണ്ട് നിറയെ എണ്ണം ഇത് പർപ്പിൾ കളറുകളാണ് നമ്മൾ ജേണൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല പർപ്പിൾ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു വെച്ചേക്കാം. സെക്കൻഡായിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ആദ്യം നല്ല ഭംഗിയാണ് ഈ ബുക്കാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുണ്ട് ഇതുണ്ടോ മേഘത്തിൻ്റെ സാധനം കണ്ടോ. ഈ മേഘത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് പർപ്പിൾ കളറുണ്ടോ ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും വലിയ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എഴുതിയിട്ടുള്ളതാണ്. അത് നമുക്ക് വേണ്ടി വരും. ഇതുണ്ട്, ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിപ്പോൾ കാണിച്ചിട്ട് ഇത് കുട്ടി പാക്കറ്റ് വലിയൊരു വലിയ പാക്കറ്റ് പോലെ എനിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇവിടെ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. ഇതുണ്ട്, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ പറിച്ചെടുത്തിട്ട് പൂച്ചക്കുട്ടിയാണ് ഇരിക്കുന്നത്. ആ പൂച്ചക്കുട്ടി ഇത് പൂച്ചയൊന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈറ്റിങ്സ് വരുന്നുള്ളതുണ്ട്. പിന്നെ ഒരു മിററൊന്നും തോന്നിട്ടിരിക്കുന്ന സംഭവം അതിൻ്റെ ഒരെണ്ണം കൂടെ. പിന്നെ നല്ല അടിപൊളി കണ്ണ് ഇതുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. സ്മൈലി ഇതിൻ്റെ ഒരു സർക്കിൾ സാധനമുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഈ സ്മൈലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മക്കൾ കൊണ്ട് ചെയ്യാം. അതുകൊണ്ട് നല്ല അടിപൊളി മേഘത്തിൽ ക്യാമറ ചിത്രം കിട്ടുന്നതാണ്. പിന്നെ ഇത് മുഴുവൻ ഇത് അടിപൊളിയായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് അതുപോലെ തന്നെ സണ്ണാണെന്ന് തോന്നുന്നു. ഇതുണ്ട് ഒരു സണ്ണ് ഉദിച്ച് ഇവർ കൊണ്ടുപോയി സണ്ണ് ഉദിച്ച് വരുന്ന പോലത്തെ സംഭവമുണ്ട്. പിന്നെ നല്ല ഹെയർ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഇതിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ ചെയ്ത സാധനം തന്നെയാണ്. അതുണ്ട്, ഗ്രാഫ് പേപ്പർ കാണുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഗ്രാഫ് പേപ്പർ വെളുത്ത വരെയാണ്. ഇത് ആസ്ട്രോണിട്ട് പോകുന്നതാണ്. ആസ്ട്രോണിട്ട് പോകുന്ന കണ്ടിട്ട് എന്തോ തോന്നുന്നുണ്ട്. ഒരു ഭൂമിയിൽ നിന്ന് ഒരു ആസ്ട്രോണിട്ട് പോകുന്നു. പിന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യലാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പലരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പൂമ്പാറ്റയുടെ സംഭവമുണ്ട്. പിന്നീട് നമുക്ക് ഹാവ് എ ഗുഡ് ടൈം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാണ് ഈ ഒരു കുട്ടി കിറ്റ് തന്നത്. ഈ ഒരു കുഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചില്ല ആ പാക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. എല്ലാം കൂടെ തുറന്ന് കാണിക്കുന്നത് വിഷമത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നിട്ടിതുണ്ടോ അതിൻ്റെ കൂടെ തന്നെ പപ്പിക്കുട്ടി ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയത്. അപ്പം ഇതിനകത്ത് വരുന്ന അതുകൊണ്ട് ഒരു അടിപൊളി പപ്പിക്കുട്ടി നമുക്ക് വരുന്നുണ്ട്.
ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഇതൊന്ന് അടച്ച് കയറ്റി വയ്ക്കാം. പക്ഷേ അടുത്തതായിട്ട് ഒന്ന് ശ്രദ്ധയപ്പെട്ടത് ഈ സംഭവങ്ങളാണ്. കണ്ടോ, അത് ഭംഗിയുള്ളതാണ്. ഇതുണ്ടോ, ഒരു ഷെയ്ഡ് വരുന്നത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഇത് മറ്റേ എന്താണ്, സൂര്യനും സണ്ണും 3, പിന്നെ ഇവിടെ ഒരു ടവറും ഉണ്ട്. പിന്നെ ഇവിടെ മൊത്തം 3 തോന്നുന്നു. ഇത് ഇവിടെ ഒരു 3 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. തിളച്ച് കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ ഒരു 3 ഉണ്ട്. ഇത് കാണാമോ? ഇതിപ്പം നമ്മുടെ വായുനക്ഷത്രം പോകുന്നുണ്ട്. ഇവിടെ ഒരു വായുനക്ഷത്രം പോകുന്നുണ്ട്, അവിടെ ഒരു വായുനക്ഷത്രം പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് സൈഡിലായിട്ടൊരു വായുനക്ഷത്രത്തിനൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഷാഡോസാണ്. ഇതുണ്ട്, ഷാഡോസിൻ്റെ ഫോട്ടോസാണ്. പിന്നെ ഇത് നിറയെ 3 ഉണ്ട്. ഇതുണ്ട് നോർമലായിട്ടുള്ള ഒരു 3. പിന്നീട് ഇതുണ്ട് മേഘത്തിൻ്റെ എട്ടേനൊക്കെ പിന്നീട് അതിന് നമുക്ക് അടുത്തത് വരുന്നത് ഇത് കുറേ ക്ലൗഡ്സിൻ്റെ അടുത്തുണ്ട്. 1, 2, 3 അങ്ങനെ 3 ക്ലൗഡ്സ് ഉണ്ട്. പിന്നെ ഇതൊരു ക്യാറ്റ്സിൻ്റെ ആയിട്ട് 2 ക്യാറ്റും അതിന് മുകളിൽ ഒരു ചന്ദ്രന് മരങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു മുകളിൽ വേറെ ഇഷ്ടംപോലെ ചന്ദ്രനുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലൗഡ്, പിന്നെ ഇവിടെ ഒരു സംഭവം, ഇവിടെ ഒരു എന്നൊരു 3 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഭാഗം. പിന്നീട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മോപ്പാടാണ് കേട്ടോ. ഈ മെമ്മോപ്പാട് ആക്കി നോക്കുന്നത് ഇതാണ്ട് നമ്മുടെ മെമ്മോപ്പാട്. നമ്മൾ മറ്റേ ഫോണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സാധനമില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. ഈ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ എഴുതാനുള്ള സംഭവം. അപ്പോൾ ഞാനൊന്നും ഇത് നോക്കിയിട്ടില്ല. ഇത് ഇഷ്യൂ വരുമ്പോൾ നമുക്ക് എഴുതാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓട്ടോറിക്ഷ പോകുന്നതിന് വീടിൻ്റെ അറ്റാച്ചിലൊക്കെ ആയിരുന്നു. പണ്ടേ ഇതുണ്ടോ, ഈ സംഭവത്തിന് നമുക്കൊരു ലെറ്റർ അയക്കാനായിട്ട് പറ്റും. നമുക്ക് രണ്ട് ലെറ്ററും ഉണ്ട് കേട്ടോ. ഞാൻ ലെറ്റർ കാണിക്കാം. ഇതൊരു ലെറ്റർ, ഇത് രണ്ടാമത്തെ ലെറ്റർ. പിന്നെ 2 ലെറ്ററും ഉണ്ട്. ഇത് നമുക്ക് ഇതിന് പാക്ക് വയ്ക്കാം. നമ്മുടെ എൻവലപ്പ് നല്ല ഭംഗിയുള്ളതാണ്. എനിക്ക് പിന്നെ കാണിക്കാൻ തോന്നുന്നു. ഇതുണ്ടോ, ഒരെണ്ണം നമ്മുടെ ദേവതയുടെ ഒരു ഏഞ്ചിൽ കിടന്ന് ഉറങ്ങുന്ന നൈസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് പുറകിൽ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ സാധനം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കാം. ഇതുണ്ടോ, ഇങ്ങനെ അടച്ചു വെച്ചു. ഇതാണ് നമ്മുടെ ഈ സംഭവം എന്ന് വെച്ചാൽ. ഇതും ഏകദേശം ഇത് തന്നെയാണ്. ഇതിനകത്ത് ലെറ്റർ ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇങ്ങനത്തെ സംഭവം ഇത് ഇങ്ങനെ അടച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അടുത്തത് നമുക്ക് കാണാം. അടുത്തത് നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. ഇത് എന്തൊരു ഇത് എത്ര തെളിച്ച് കാണത്തില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇന്നലെ ലാവ് സ്റ്റാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. പിന്നെ അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പഞ്ചൊക്കെ നയിച്ച് ഇറങ്ങിയിട്ട് ഇത് കിട്ടും കേട്ടോ. മേഘമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ നമ്മുടെ അച്ഛമ്മ വന്നു. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. ഹായ്. അച്ഛമ്മക്കിട്ട് ഞാനിങ്ങനെ ഹായ് പറയിപ്പിച്ച് പിന്നീട് ഇത് എഴുതാനാ? അത് അച്ഛമ്മയുടെ സംശയമാണ്. ഡയറി നമുക്ക് എഴുതാനാണ്. അല്ല, ഇതൊക്കെ നമുക്ക് ഒട്ടിക്കാനുള്ളത് പല സാധനങ്ങളും. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ 2 എക്സ്ട്രാ ഡയറി ഉണ്ട്, അതിനകത്തും ചെയ്യാം. ഇത് നമ്മുടെ കണ്ടോ പോസ്റ്റേഴ്സ് പോലത്തെ സംഭവങ്ങൾ ബാക്കിയുള്ളതുണ്ട്. ഞാൻ കാണിച്ചതിൻ്റെ ബാക്കി ഉണ്ടെന്ന് 2 നല്ല ഭംഗിയുള്ളതാണ്. ഉണ്ടോ റൈറ്റിങ്സ് ഒക്കെ തലതിരിഞ്ഞ് വരുമല്ലോ, അതുകൊണ്ട് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു സംഭവങ്ങൾ. ഇതും റൈറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയ ഭാഗം. പിന്നെ നമുക്ക് 2 ഒറിജിനൽ റൈറ്റിംഗ് നമുക്ക് ഇതിന് ഒട്ടിക്കാൻ പറ്റുന്നു. ഇത് നമ്മുടെ വേറെ ഇതൊരു ചൈനീസോ ജപ്പാനീസോ ഏതൊരു ഭാഷയാണ്. ഏത് ഭാഷ തന്നെയാണ് അത്. ഇതിൻ്റെ ഇത് ഇംഗ്ലീഷിൻ്റെ ഒരു സംഭവമാണ്. ഇത് ചെമ്മയുടെ ഒരു സംശയമാണ്. ഇതെന്തിനാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് പല 3 സാധനങ്ങളുണ്ട്. ഒരെണ്ണം ഈ മെമ്മോപ്പാഡ് എന്ന് പറയുന്ന സംഭവമാണ്. ചെമ്മ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് എടുത്തൊട്ടിക്കാം. ഇതുകൊണ്ട് ഫോണിലെ സ്ക്രീനിൽ മ്യൂട്ടാക്കുന്നത്, മ്യൂട്ടാണോ പൗസ് ആക്കുന്നത് എല്ലാം ഉണ്ട്. ഇത് മെമ്മോപ്പാഡ്. ഇതുണ്ട് നമുക്കിത് ആ സംഭവം ഞാൻ പറയാം. ഇത് പിന്നീട് നമുക്കുണ്ടോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതിയിടാനുള്ള സംഭവം. പിന്നെ നമുക്ക് ഇതുണ്ടോ ഇതുണ്ട് ലെറ്റർ എഴുതാനുള്ള സംഭവം. ഈ 2 ലെറ്ററിനകത്ത് എഴുതാനുള്ള 2 സംഭവം. അതാണ് ഈ സാധനം അതിനകത്ത് ഇടാൻ പറ്റും. ആദ്യം എന്തെങ്കിലും ലെറ്റർ കൊടുക്കണം, നമുക്ക് അങ്ങനെ എഴുതാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അത്രയുണ്ട്. അതായത്
ജേണൽ കിറ്റായിട്ട് നമുക്ക് എടുത്തിട്ട് ഇടാം. ഇതെന്നാന്നല്ലേ ചോദിച്ചേ, ഇതുണ്ടോ ഈ സംഭവം ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തരാത്ത സംഭവങ്ങളാണ് അച്ഛമ്മ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ പോസ്റ്റേഴ്സാണ് നമ്മുടെ എന്തിയാ ബുക്ക് അതാണ്ടിരിക്കുന്നു എല്ലാം പർപ്പിളാണ്. ഇതുകൊണ്ട് ഈ ബുക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല. അത് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇത് നമുക്കിങ്ങനെ ഒട്ടിക്കാനുള്ളതെന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അങ്ങനെ ഒട്ടിക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇതുണ്ട് അച്ഛമ്മ കുഞ്ഞു കുഞ്ഞു സാധനം. ഈ സംഭവം നമുക്കിങ്ങനെ ഇതിനിങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഈ സംഭവം പോലെ തന്നെയാണ്, ഇതിന് കുറച്ചുകൂടെ കട്ടി കൂടുതലാണ് എനിക്ക്. എത്ര ഇതുണ്ടോ, ഒരു ഡോഗ് കുട്ടിയുടെ ഉണ്ട്. അതായത് ബട്ടർഫ്ലൈ, അത് ഇതെനിക്ക് കൈ കൊണ്ട് എടുക്കാനും കിട്ടുന്നത്. ഇതുണ്ട് ഡോഗ് കുട്ടി, ഈ വളരെ ക്യൂട്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ, ഒരു ക്യൂട്ട് സാധനം. എല്ലാം ക്യൂട്ടാണ്. നമ്മളിതിങ്ങനെ പാക്ക് ചെയ്തു. ഇത് അച്ഛമ്മയ്ക്ക് അറിയാം. അച്ഛമ്മയ്ക്ക് നല്ല ടൈപ്പ് ആണോ അത് എവിടെ നിന്ന് വലിക്കേണ്ടതെന്ന് വെച്ചാൽ നോർമൽ ടൈപ്പ് വലിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു ലൈറ്റ് കളർ, ഇത് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ? ഡാർക്ക് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ മരം പോട്ടെ മേഘം വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മറ്റേ സ്റ്റാമ്പില്ല അച്ഛമ്മ നമ്മൾ കൂട്ടുകാർക്ക് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റാമ്പ് അങ്ങനത്തെ സംഭവമാണ്. ഇത് പിന്നെ നമ്മുടെ ഇതുണ്ട്. പിന്നെ ഒരു സർക്കുലർ കളറുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റോണിൻ്റെ ഷേപ്പ് ഉണ്ട്, ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മരം വെട്ടിയിരിക്കുന്ന കൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അച്ഛമ്മ അതിശയിച്ചിരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതെന്ന സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി മൂന്നുണ്ടോ, പല തരത്തിലുള്ള മൂന്നുള്ള സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതെന്തോ റൈറ്റിങ്സ് വരുന്നതും പിന്നെ കുറച്ച് ചന്ദ്രൻ്റെ തെങ്ങും മാങ്ങയും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിതെന്ന് വെച്ചാൽ ഇത് പോസ്റ്റേഴ്സ് അച്ഛനെ. പോസ്റ്റേഴ്സിന് കുറച്ച് കട്ടി കൂടുതലാണ് നോർമലി. ഇത് പക്ഷേ എനിക്ക് അത്ര പിടുത്തമില്ല. ഞാൻ നോർമലി വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് ജേണൽ. ആ ജേണൽ കണ്ടെങ്കിൽ നിങ്ങൾ പറ്റും. അതിന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സംഭവം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ചന്ദ്രൻ ഉണ്ട്. ഒരു ചന്ദ്രന് ഇതുണ്ടോ മരത്തിൻ്റെ ഇടയിൽ, മരവും പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ബ്ലൂബെറി നൈറ്റ്. ഒരു ബ്ലൂബെറിയാണോ, അതായത് പർപ്പിൾ കളറിൽ ഇവിടെ ഇച്ചിരി മേഘം. നല്ല വിട്ട് കുന്തം വീഴിക്കുന്നു. എനിക്ക് ചിരി വരുന്നു. അത് വിട്ട് കുന്തം വീഴിയിരിക്കുകയാണ്. ഇത് പിന്നെ ഗിരിറ്റ് ഇങ്ങനെയാണ് പിടിക്കുന്നത്, അങ്ങോട്ടാണ് പിടിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് മിക്കവാറും. ഇതുണ്ട് മേഘം മുകളിലും ഇതും താഴെ. പിന്നെ നമുക്കൊരു ഇതുണ്ട് മൂളി. ഇതൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കുട്ടി മൂളി. പിന്നെ ഇവിടെ ഇതാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ സംഭവമുണ്ട്. ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. ഇത് മൂന്ന് വെച്ചപ്പോൾ പിന്നെ അതേ ആറ്റി. പിന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്, ഇങ്ങനത്തെ സംഭവം. ഇതുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇത് പിന്നെ നമുക്ക് കുറച്ച് ഡോഗ്സ് ഇട്ട സംഭവം വരുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് കണക്കൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് നേരെ തിരിച്ചൊന്ന് പാക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ജേണൽ കിറ്റിൻ്റെ പാക്കിങ്. ഇത് ഞാൻ ചെയ്ത് പൊട്ട ജേണൽസ് കാണിക്കാം. അതിന് വേണ്ടി ചെയ്തത് ഇത് ഫ്രണ്ട് പേജ് നല്ല സ്റ്റിക്കേഴ്സായിട്ട് ഒട്ടിച്ച് ഞാൻ സ്റ്റിക്കർ ബുക്ക് ആക്കാൻ വിചാരിച്ചാണ്. പിന്നീട് ഗ്ലൂവിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് അടിച്ച് നോക്കി. പിന്നീട് ഒരു കരയുന്നത് ഇത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതൊരു സംഭവമാണ്. ഇത് സ്റ്റേഷൻ്റെ പേരും നമ്പറും പിന്നെ ടൈം ടേബിളും. പിന്നെ ഇതുണ്ട് ബ്ലൂ കളറുള്ള ഒരു ബിയറും പിന്നെ പിങ്ക് കളറുള്ള ബിയറും. ഇത് തമ്മിലുള്ള പോരാട്ടമാണ്. പിന്നെ ഇത് ഞാൻ മേടിച്ചാണ്. ഇതിന് മാത്രമേ ബോർഡർ കൊടുത്തിട്ടുള്ളൂ. ഇതിന് ബോർഡർ കൊടുക്കണം. പല കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത സംഭവം. ഇതാണ് ഗേൾത്തിൻ ജേണൽ ഞാൻ ഉദ്ദേശിച്ചതിനായിട്ടുള്ളൂ. ഈ യെല്ലോ തീം ജേണലാണ് എനിക്ക് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഇല്ല. ഇത് പിന്നെ സ്റ്റഡി തീം ജേണൽ ഒരു ഡിക്ഷണറിയിൽ കയറി എടുക്കുന്നു. ഒരു കുഞ്ഞ് ഡിക്ഷണറി. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുന്തിരിങ്ങ കാഴ്ച വെച്ച് നിൽക്കുന്നു. അത് അച്ഛമ്മയുടെ ലേസാണ്. അത് മുന്തിരിങ്ങ കഴിച്ചത്. ഇതിനൊരു പിങ്ക് ജേണൽ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് റോസിൻ്റെ ഫെദേഴ്സ് പോലെ ഇരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്രൂപ്പ് അല്ല ഒരു റെയിനി ടീം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബോട്ട് ഒട്ടിച്ചതാണ് പറ്റിപ്പോയത്. പിന്നെ ഇതൊരു റെഡ് ടീം, ഓറഞ്ച് ടീം പിന്നെയും പോയി. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഗേള്. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മളൊന്നും ചെയ്ത് കുളമാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജേണൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ജേണൽ കിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛമ്മയുടെ എക്സ്പ്രഷനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയുണ്ട് ജേണൽ കിറ്റ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇതിനകത്ത് ജേണൽ ചെയ്യും. അപ്പം ഇത്രയും വീഡിയോ. ബൈ.